കണ്ടിട്ടില്ല. ഇതാണ് ഇതിന് നമ്മളിവിടെ പെപ്സി അല്ലെങ്കിൽ എലിവാണെന്നൊക്കെ പറയും. കൂടുതൽ വലിപ്പം വെക്കൂല, ലേശം കൂടി വലിപ്പം വെക്കും, അത്രേ ഉള്ളൂ. ഓവർ വലിപ്പം വെക്കൂല. അപ്പൊ അതുകൊണ്ടാണ് വിളിക്കുന്നത് പെപ്സി അല്ലെങ്കിൽ എലിവാണെന്നൊക്കെ പറയും. എന്താ എനിക്ക് വേണ്ടി മുത്ത എടുക്കട്ടെ? എടുത്തോ. ഇതിന്റെ ഗുണം വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഇതിനെല്ലാം ഗുണങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. പിന്നെതാ 120 റുപ്യക്കാണ് കൊടുക്കണേ. ഒരു കിലോ 4 120 റുപ്യ. പിന്നെതാ നമ്മളെ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ കഴിക്കാൻ പറ്റിയ സാധനമാണ് ഇത്. സൂത, കേര, ആ വർഗത്തിൽപ്പെട്ട മീനുകളൊക്കെ, മനസ്സിലായോ? എന്ത് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് ശരീരത്തിന് തളർച്ച, ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ പറയാ, അങ്ങനത്തെ ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ മീനാണ് സൂത അല്ലെങ്കിൽ കേരവർഗത്തിൽപ്പെട്ട മീനുകള്. പിന്നെ ജിമ്മിന് പോണ ആളുകൾക്കുണ്ടല്ലോ, ഇതിനുണ്ടല്ലോ, ഏതിന്, ഇതാ ഇതിന് പറ്റിയ മീനാണ് മുത്തേ. പ്രോട്ടീൻ ഇങ്ങനെ ശരീരത്തിൽ അടിച്ചു കയറാം കേട്ടോ. അപ്പൊ അതിനൊക്കെ പറ്റിയ മീനാണ് സൂത എന്ന് പറയും. അപ്പൊ ഇതിന്റെ പേരാണ് നമ്മളവിടെ പറയും എരിവാണം, അതല്ലെങ്കിൽ പെപ്സി എന്ന് പറയും. ചില ആളുകൾ നോർമലായിട്ട് സൂതക്കുട്ടികൾ എന്നും പറയും. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് പേര് വരാന്നുള്ള നിങ്ങളൊന്നും പറയാം കേട്ടോ. അപ്പൊ എന്താണ്, ചില ആൾക്കാർ എ സിയിലൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ, ഓഫീസിലൊക്കെ, അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുക. ഇത് കഴിച്ചാൽ വൈറ്റമിൻ ഡിന്റെ ഗുളിക കുടിക്കണ്ട, സൂത കഴിച്ചാൽ മതി. ഇതാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. വീണ്ടും വീണ്ടും പറയാണ്. ഇനി ഇതിനെ കുറിച്ച് വേറെ അറിവുകളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമ്മളെ ചാനലുകൾ എന്ത് ചെയ്യുക, ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ മുത്തേ, ഓക്കടെ കൽപ്പന.